പഴയങ്ങാടിയിൽ നിന്ന് തീരദേശ റോഡ് വഴി ഏഴോം ഭാഗത്തേക്കുള്ള പ്രധാന യാത്രാമാർഗമായ ഈ റോഡിലൂടെ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് യാത്ര ചെയ്യുന്നത്. മുട്ടുകണ്ടി ടൂറിസം മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയിലാണ്. ഇടക്കാലത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇതിന് ശാശ്വത പരിഹാരമായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിലെ വലിയ കുഴികളും വെള്ളക്കെട്ടുകളും കാരണം ഓട്ടോറിക്ഷകളും സ്വകാര്യ വാഹനങ്ങളും ഇതുവഴി സർവീസ് നടത്താൻ മടിക്കുകയാണ്. ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ കിലോമീറ്ററുകൾ നടന്നാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. പഴയങ്ങാടിയിൽ നിന്ന് കയറ്റിറക്കങ്ങൾ ഒഴിവാക്കി തളിപ്പറമ്പിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡ് കൂടിയാണിത്. എന്നാൽ ആവശ്യമായ ഓവുചാലുകളും മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളും ഇല്ലാത്തതാണ് റോഡ് തകരാൻ പ്രധാന കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലമായിട്ട് ഇതിങ്ങനെ തന്നെയാണ്. ഈ ഏഴോം പഴയങ്ങാടി ഏഴോമുല്ല റോഡാണിത്. അപ്പോൾ ഇത് കുറേ വർഷമായിട്ട് ഇതിങ്ങനെ തന്നെ. ഇത് 2 പ്രാവശ്യമായിട്ടും ടാർ ചെയ്തു. പക്ഷേ ഇത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് കുറച്ച് കാലമായി. ഇതിനെ ആരും ശ്രദ്ധിക്കലൊന്നുമില്ല. വെള്ളം കംപ്ലീറ്റ് ഇതിൽ തന്നെ ഒഴുകിയിട്ട് അത് പൊട്ടിയിട്ടാണുള്ളത്. അതേസമയം പുതുതായി ആരംഭിച്ച ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന വഴിയായതിനാൽ റോഡ് നവീകരിച്ചാൽ ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് ലഭിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അടിയന്തരമായി റോഡ് മെക്കാഡൻ ടാർ ചെയ്ത് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.